പ്ലസ് ടുവിലേക്ക് സ്വാഗതം. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മുടെ നാട്ടിലെ രക്ഷകർത്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ സന്തോഷിക്കുന്ന ഒരു ഹൈക്കോടതി വിധിയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിധിയാണ്. ഈ സ്കൂളുകളിൽ, സംസ്ഥാനത്തെ സ്കൂളുകളിൽ 25 ശനിയാഴ്ചകൾ വർക്കിംഗ് ഡേ ആയി പ്രഖ്യാപിച്ചു കൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനവും അതനുസരിച്ചിട്ടുള്ള അക്കാദമിക് കലണ്ടറുമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത്. ഇതിൽ മിക്കവാറും നല്ലൊരു ശതമാനം ആളുകളും സന്തോഷിക്കും എങ്കിലും ഇതിന് ഉത്തരവിൽ ഒപ്പുവെച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഡയറക്ടറും അനുബന്ധ ഉദ്യോഗസ്ഥരും സർക്കാരിനു വേണ്ടി വാദിക്കാൻ എത്തിയവരും സങ്കടപ്പെടുന്നുണ്ടാകാം. കാരണം അവരുടെ നിലപാടുകളാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് സംബന്ധിച്ചിട്ട് എത്തിയ കൺക്ലൂഷൻ എങ്ങനെയാണെന്നുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഹൈക്കോടതി പ്രധാനമായും നടത്തിയ ഒരു ഫൈൻഡിങ്സ്, ആദ്യം ഈ കോടതിയിലേക്ക് ഈ കേസ് എങ്ങനെ വന്നു എന്ന് നോക്കാം. ഒരു അക്കാദമിക് ഇയറിൽ 220 വർക്കിംഗ് ഡേയ്സ് ഉൾപ്പെടുത്തണമെന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു എയ്ഡഡ് സ്കൂൾ മാനേജരും PTA-യും ഒരു റിട്ട് പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തിരുന്നു. തുടർന്ന് അന്ന് ഹൈക്കോടതി നൽകിയ ഉത്തരവിൽ ഇത് സംബന്ധിച്ച് എല്ലാ ബന്ധപ്പെട്ട ആളുകളും ആയി ഡിസ്കസ് ചെയ്തതിനു ശേഷം തീരുമാനം എടുക്കണം എന്ന് കാണിച്ചാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത് സംബന്ധിച്ച് ഏകപക്ഷീയമായി തന്നെ ഒരു ഉത്തരവ് ഇറക്കുകയാണ് ചെയ്തത്. ആ ഉത്തരവിൽ 25 ശനിയാഴ്ചകൾ ഉൾപ്പെടെ 220 വർക്കിംഗ് ഡേയ്സാണ് ഈ അക്കാദമിക് കലണ്ടറിൽ, വിദ്യാഭ്യാസ കലണ്ടറിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെതിരെയാണ് ഈ സ്കൂളിലെ അധ്യാപക സംഘടനകൾ ചേർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പിന്നീട് സമീപിക്കുകയും തുടർന്ന് ഹൈക്കോടതി ഇപ്പോൾ അതിന്മേൽ ഒരു ഉത്തരവ് ഇടുകയും ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ മാനസിക നില വ്യക്തമായും മനസ്സിലാക്കാതെയുള്ള ഒരു ഉത്തരവാണ് നൽകിയിരിക്കുന്നത് എന്നും, അതായത് 220 വർക്കിംഗ് ഡേ ആക്കുകയും അത് അനുസരിച്ച് ശനിയാഴ്ചകൾ 25 ഉൾപ്പെടുത്തുകയും ചെയ്തത് ബന്ധപ്പെട്ട ആരുമായും വ്യക്തമായ നിലപാടുകൾ ഡിസ്കസ് ചെയ്ത് സ്വീകരിക്കാതെയുമാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തി. മാത്രമല്ല, ഹൈക്കോടതി പറഞ്ഞത് ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറല്ല, സർക്കാരാണ് തീരുമാനം എടുത്ത് ഉത്തരവ് ഇറക്കേണ്ടിയിരുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ അധികാര പരിധി വിട്ട് തന്നെയാണ് ഈ ഉത്തരവ് ഇറക്കിയതെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പറഞ്ഞു. NCC ഉണ്ട്, ശനിയാഴ്ചകൾ NSS ഉണ്ട്, കലാകായിക പരിപാടികളുണ്ട്. ഇതെല്ലാം കുട്ടികൾ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ ശനിയാഴ്ചകളിൽ ഇതിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത വിധം കുട്ടികൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ മാനസിക നിലയ്ക്കാണ് ആത്യന്തികമായ പരിഗണന നൽകേണ്ടതെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ ഇതനുസരിച്ച് അധ്യാപക സംഘടനകളുമായി ബന്ധപ്പെട്ടും രക്ഷകർത്താക്കളുടെ സംഘടനകളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരു ഡിസ്കഷനിലേക്ക് പോവുകയും അത് അനുസരിച്ചിട്ടുള്ള ഒരു ഗുണമുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തില്ല എന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പറയുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പുതിയ ഉത്തരവ് തീർച്ചയായും ഈ മേഖലയിൽ ഉള്ളവരെല്ലാം തന്നെ വളരെ സ്വാഗതം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കുട്ടികൾക്ക് വിനോദം വേണം, വിശ്രമം വേണം, അതൊക്കെ അവരുടെ അവകാശമാണ്. പഠനം അഥവാ അക്കാദമിക് കാര്യങ്ങൾ മാത്രമല്ല അവരെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ബാക്കി ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കുട്ടികളുടെ നൈപുണ്യം വിളക്കി ചേർക്കാനുള്ള ഉത്തരവാദിത്വം സ്കൂളുകൾക്കുണ്ട്, പഠനത്തിനുണ്ട്. മറിച്ച് കുട്ടികളെ കൂടുതൽ വർക്കിംഗ് ഡേയ്സ് ഉൾപ്പെടുത്തി അല്ല അവരെ മെച്ചപ്പെടുത്തേണ്ടത്. ഒപ്പം തന്നെ ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇത്രയും ശനിയാഴ്ചകൾ, 25 ശനിയാഴ്ചകൾ വർക്കിംഗ് ഡേ ആയി ഉൾപ്പെടുത്തുന്നത് കൊണ്ട് കുട്ടികൾക്ക് ആ മേഖലകളിലുള്ള ചില നൈപുണ്യങ്ങൾ സിദ്ധിക്കാൻ ഇടവരാതെ പോകും എന്നും ഹൈക്കോടതി എടുത്തു പറയുന്നു. ശനിയാഴ്ച അവധിയാക്കാൻ വിദ്യാഭ്യാസ ചട്ടത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് സർക്കാരിനു വേണ്ടിയുള്ള വാദം ഹൈക്കോടതിയിൽ കൊണ്ടുവന്നു.
പക്ഷേ ഹൈക്കോടതി അത് നിരസിക്കുകയാണ് ചെയ്തത്. അധ്യാപകരെല്ലാം തന്നെ പൊതുവിദ്യാഭ്യാസ ചട്ടം പാലിക്കാനുള്ളവരാണ്. അവർ കൂടി കേട്ടതിന് ശേഷം യുക്തമായ ഒരു തീരുമാനമായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. അത് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തേണ്ടി വന്നതെന്നും ഹൈക്കോടതി എടുത്ത് പറയുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് സർക്കാരിൻ്റെ ഏകപക്ഷീയമായ തീരുമാനത്തിന് ഏറ്റ ധാർഷ്ട്യമാണ് എന്നുള്ളതാണ് പല സംഘടനകളും എടുത്ത ഒരു അഭിപ്രായ പ്രകടനം. ഇപ്പോൾ ഈ ഹൈക്കോടതി വിധിയെ തുടർന്നുള്ള അഭിപ്രായ പ്രകടനം യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ, അതായത് ഭരണകക്ഷിയുടെ അധ്യാപക സംഘടനകൾ KSTA പ്രതിനിധികൾ പോലും ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നതാണ്. 25 ശനിയാഴ്ചകൾ വർക്കിംഗ് ഡേ ആക്കുന്നതിനെതിരെ അവർ ശക്തമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ മന്ത്രി സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തു. 220 വർക്കിംഗ് ഡേയ്സ് വേണം എന്ന് തന്നെ മന്ത്രി അന്ന് കർശന നിലപാടെടുക്കുകയും അതനുസരിച്ച് കഴിഞ്ഞ ശനിയാഴ്ചകളിലൊക്കെ തന്നെ ഈ പ്രവൃത്തി ദിനം ആവുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എന്തായാലും ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് എല്ലാവരുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഒരു സന്തോഷം നൽകുന്ന ഹൈക്കോടതി ഉത്തരവായതുകൊണ്ടാണ് ഈ ചാനലിൽ ഇത് ഉൾപ്പെടുത്തിയത്. ഇത്തരം പ്രധാനപ്പെട്ട വിധികൾ ഇനിയും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.